നമസ്കാരം, ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ന്യൂസ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് വെഞ്ഞാറമൂട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡ് അണ്ണൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ രതീഷ് അവറുകളോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ കാഴ്ചവെക്കുകയും പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം തന്നെ കുറേ കാലങ്ങളായി അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ വർഷങ്ങളായി എനിക്ക് വ്യക്തിപരമായും ഒക്കെ അറിയാമെന്നുള്ളൊരു എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് ശ്രീ രതീഷ് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ വെഞ്ഞാറമൂട് ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ഉയർന്നു നിന്ന അവസ്ഥയിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരൻ്റെ ദേശീയതയുടെ വികാരം മനസ്സിലാക്കി യുവമോർച്ച, ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കയ്യും മെയ്യും മുറുക്കി ഇറങ്ങിയ ഒരു യുവത്വത്തിന്റെ മുൻപിലാണ് ന്യൂസ് ഇന്ത്യ ഇന്ന് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയായ ശ്രീ രതീഷ് ചേട്ടനെ ആദരപൂർവ്വം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഈ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഈ വാർഡിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് എപ്പോഴെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുണ്ട്? ഇല്ല. ഇപ്പോ വർഷങ്ങളായി വാർഡ് രൂപീകരിച്ച ആ സമയം മുതൽ ഈ സമയം വരെ കോൺഗ്രസ് പാർട്ടിയിൽ CPM-ഉം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരം ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായതായിട്ട് അറിയാം? ഇല്ല. ഇതുവരെയും ആ വാർഡിനെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുവിധ ഉപകാരം ഉണ്ടായിട്ടില്ല. മാണിക്കൽ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ വാർഡിൽ നിന്നും ജയിച്ചു പോയ വ്യക്തികളായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്ന് വരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുള്ള റോഡുകളാകട്ടെ, കുടിവെള്ളങ്ങളാകട്ടെ, മറ്റ് അത്യാവശ്യ സൗകര്യങ്ങളാവട്ടെ, എന്തിന് വാർഡിന്റെ ഒത്ത നടുക്കൊരു റേഷൻ കട പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ അഴിമതി രഹിതമായിട്ടുള്ള പഞ്ചായത്താണെന്ന് ഒരിക്കൽ CPM പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വാർത്ത പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് സത്യമാണ്? അല്ല. അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അഴിമതികൾ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട അഴിമതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്ന പലവിധ പദ്ധതികളും ഇവിടെ മാണിക്കൽ പഞ്ചായത്തിൽ താഴെത്തട്ടിൽ എത്തുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. തൊഴിലുറപ്പ് എന്ന വ്യാജേന തൊഴിലുറപ്പ് ഒപ്പിട്ട് കൊടുത്ത് അവരെ ഫോട്ടോ എടുത്തതിന് ശേഷം പാർട്ടി പരിപാടികൾക്ക് കൊണ്ടുപോകുന്ന സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ CPM-ന്റെ ഈ ഭരണം കൊണ്ട് ഇവിടുത്തെ യുവതലമുറയ്ക്ക് എത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട്? യുവതലമുറയ്ക്ക് മാറ്റം നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന ഒരു മാറ്റങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അല്ലാതെ ഉള്ള ഇവരെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന പണ്ടത്തെ പോലെ ഭീഷണി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡെയിലി വേഴ്സായിട്ട് ജോലി, അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊടുത്താണ് ഈ കുറച്ച് ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടി നിർത്തുന്നത്. ഈ CPM-ന്റെ ജോലി വാഗ്ദാന തട്ടിപ്പ് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് പിണറായി സർക്കാർ വന്നതിന് ശേഷം ഭീകരമായി നിലനിൽക്കുന്നു. അത്തരത്തിൽ പറ്റിക്കപ്പെട്ട, അത് ജോലി വാഗ്ദാനം ഒന്നും മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിൽ ഒരു പേപ്പർ എഴുതി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് നൽകാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട എത്ര ശതമാനം ജനങ്ങളുണ്ടാവും താങ്കൾ മത്സരിക്കുന്ന ഈ വാർഡിൽ? ഞാൻ മത്സരിക്കുന്ന വാർഡിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ലേബലിൽ പാർട്ടി പറഞ്ഞിട്ട് ജോലി കൊടുത്ത, അതായത് ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ നമ്മുടെ ഈ വാർഡിനകത്ത് ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടെ പോലും പല വ്യക്തികളും ജോലി ചെയ്യുന്നത് ഈ പാർട്ടി റെക്കമെൻഡേഷനോട് കൂടിയാണ്. അതായത് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും രാഷ്ട്രീയം നോക്കി മാത്രമുള്ള പ്രവർത്തനമാണ് CPM കാഴ്ചവെക്കുന്നതാണ് താങ്കൾ പറയുന്നത്. അതെ, ഈ നിമിഷം വരെ അങ്ങനെയാണ്. ഇനി കോൺഗ്രസ് എപ്പോഴെങ്കിലും ഈ വാർഡ് ഭരണത്തിലിരുന്നിട്ടുണ്ടോ? 2 ടൈം മുന്നേ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന വാർഡാണ്, അത് കമ്മ്യൂണിസ്റ്റിലേക്ക് മാറി വന്നു. കോൺഗ്രസിന്റെ കയ്യിലിരുന്നപ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം അവിടെ ഉണ്ടായിട്ടില്ല? ഇല്ല. കോൺഗ്രസിന്റെ കയ്യിലിരുന്നപ്പോ ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ മോശമായിട്ടേ ഉള്ളൂ പിന്നീട് വന്ന. ശരിക്കും ഇവർ തമ്മിലുള്ള തീർച്ചയായിട്ടും, അതായത് ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അണ്ണൽ വാർഡിനെ സംബന്ധിച്ച് നടന്നത്. ജനാധിപത്യപരമായി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും വ്യക്തികളെ ജയിപ്പിക്കാൻ ഇവരായിട്ട് തന്നെ സമ്മതിക്കും. അതായത് പാർട്ടിപരമായിട്ട് ഈ 2 പാർട്ടികളും കൂടി ആലോചിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾ വോട്ടിട്ട് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് കാലാകാലങ്ങളായിട്ടുണ്ട്. ശരി, ഭാരതീയ ജനതാ പാർട്ടിക്ക്
അങ്ങയുടെ വിജയം ഇവിടെ സ്ഥാപിതമായി കഴിഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനത്തിനും CPM-നും ചെയ്യാൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ആ 5 കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ജൽജീവൻ മിഷൻ. അതിന്റെ ഒരു വാട്ടർ ടാങ്ക് പണിഞ്ഞിരിക്കുന്നത് തന്നെ ഈ അണ്ണൽ വാർഡിന്റെ ഒന്നിന്റെ മണ്ടയിലാണ്. അതിന്റെ ഏകദേശമുള്ള ഫണ്ടുകളെല്ലാമായി അതിന്റെ വർക്കുകളെല്ലാം പകുതി വഴിയിലായി. ഇന്ന് വരെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിന് പല പേരുകളും ഇവിടെ അതായത് ജലനിധി ഉണ്ടെന്നും ജലനിധി ഇല്ലാത്തവർക്ക് കിട്ടത്തുള്ളൊന്നും പല റീസണുകൾ പറഞ്ഞ് സ്വച്ഛ ഭാരതിന് ഹരിത കേരളമാക്കി. സ്വച്ഛ ഭാരതിന് ഹരിത കേരളം ആക്കിയ അതേ മെത്തേഡിൽ തന്നെ ഈ ജൽജീവൻ മിഷന് ജലനിധി ഉള്ളവർക്ക് കൊടുക്കത്തില്ല എന്നും ജലനിധി ഉള്ളവരെ ഇതിൽ നിന്ന് വെട്ടിമാറ്റുമെന്നും ഒക്കെ പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ ജലനിധിക്ക് പോലും ഇപ്പൊ ഏറല്ലാതെ വെള്ളം വരുന്നില്ല. അപ്പം എല്ലാ പേർക്കും ശുദ്ധജലം എത്തിക്കുക എന്നുള്ളത് എന്റെ ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് പോകും. രണ്ടാമതെന്ന് പറയുമ്പോൾ സഞ്ചാരയോഗ്യമായ, ഞാൻ ഈ വാർഡിൽ യാത്ര ചെയ്തപ്പോൾ ഈ പറഞ്ഞ കോളനി പ്രദേശങ്ങളിൽ മരത്തിന്റെ ഇടയിൽ കൂടെ വേരുകളിൽ തട്ടിയല്ലാതെ നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളും വഴികളുമാണ്. അതിന് അവരൊക്കെ ഒരു നടവഴിയെങ്കിലും യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതായത് പബ്ലിക് പാത്വേ പോലും ഇത്രയും നാളത്തെ ഭരണത്തിനിടയിൽ ഇവർക്ക് ഉണ്ടാക്കുവാനായിട്ട്, അതായത് പല ജനങ്ങൾക്കും പൊതുവായിട്ടുള്ള വഴികൾ, പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടി സ്വാധീനവും ഭീഷണിയും എല്ലാം കൊണ്ട് മുടക്കി അവര് മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. സാമുദായിക വോട്ട് ഈ വാർഡിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? സാമുദായിക വോട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഘടകമാണ് ഇതിനകത്ത്. അതെ, അതിന്റെ ഒരു ഘടകമായിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം അണ്ണൽ വാർഡിൽ ഏറ്റവും കൂടുതലുള്ള സമുദായം ഏതാണ്, ഏറ്റവും കുറവുള്ള സമുദായം ഏതാണ്? ഇതിന് BJP-യുമായിട്ട് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഏറ്റവും കൂടുതലുള്ള സമുദായം എന്ന് പറയുമ്പോൾ ഈഴവ സമുദായവും നായർ സമുദായവും ഏകദേശം പിന്നെ മറ്റുള്ള സമുദായങ്ങളെല്ലാം കുറേശ്ശെ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. ഇതില് ഭൂരിഭാഗം പേരും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്? കൂടുതലും പേരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ്. കാരണം ഈ ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞതുപോലെ ഒന്ന് ഭീഷണി, 2 ജോലി വാഗ്ദാനം. ഇന്നും PSC ലിസ്റ്റിൽ വന്ന പല വ്യക്തികൾക്കും ജോലി കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ട് അവരൊക്കെ പബ്ലിക്കായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നതുണ്ട്. അതിനേക്കാളൊക്കെ മേളിൽ നമ്മുടെ MC റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പബ്ലിക് ഓട ഉണ്ട്. അത് കെട്ടിയടച്ച് അത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് RDOയുടെ കയ്യിൽ നിന്ന് വരെ ഓർഡർ വാങ്ങി പല വ്യക്തികളും വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് ഭരണസമിതി അത് ചെയ്തിട്ടുമില്ല, മുന്നോട്ട് അതിനെക്കുറിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമില്ല. അടുത്തൊരു ആമയിഴഞ്ചാൻ തോടായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അത് കാര്യഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിനെക്കാട്ടി ഒരുപക്ഷേ ദയനീയമാവും. കാരണം ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ പറഞ്ഞ മറ്റുള്ള വേഷം ഇവിടെ എന്ന് പറഞ്ഞ പന്നി, പെരിച്ചാഴി, അതുപോലെയുള്ള കാട്ടുപന്നി ശല്യങ്ങൾ, അങ്ങനെ ഇതെല്ലാം വീണ് അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, തിരുനെല്ലൂർ കോണം ശിവക്ഷേത്രം. അങ്ങനെ ആ ക്ഷേത്രത്തിന് പിന്നീട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഇതെല്ലാം വന്ന് കുഞ്ഞുകൂടുന്നത് ആ സ്ഥലത്തേക്കാവും. ശരി. ഇപ്പൊ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം വാർഡിന്റെ വികസനത്തിന് വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരുന്നു? ഞാൻ ഭാരതീയ ജനതാ പാർട്ടി അംഗമായിട്ട് ഈ അണ്ടൽ വാർഡിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങൾക്കും സഞ്ചാരയോഗ്യമായ വഴി, പാത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നടന്ന് നീങ്ങുവാനും ആരും തടയാതെ എല്ലാ പേർക്കും എല്ലാ സ്ഥലങ്ങളിലും എത്തുവാനും സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതേപോലെ ഇതിന് ഒരു കാര്യവും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചോദിക്കാനുള്ളത്, ഈ താങ്കൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഇപ്പൊ പലയിടങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ CPM സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തി, CPM സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തി, ഇവര് രണ്ടുപേരും കൂടെ BJP സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം വരെയും അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം അണ്ണൽ വാർഡിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞോ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഞാൻ 2.5 വയസ്സ് മുതൽ സ്വയം സേവകനാണ് എന്ന് ഈ മറ്റുള്ള വ്യക്തികൾക്ക് എല്ലാ ഈ മാണിക്കൽ പഞ്ചായത്ത് പോലെ തന്നെ വെഞ്ഞാറമൂട് പ്രദേശം, നെടുമങ്ങാട് മുതൽ ഇങ്ങോട്ട് വെഞ്ഞാറമൂട് വരെ എല്ലാ പേർക്കും ഞാനൊരു സ്വയം സേവകനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ ഇത് എന്നിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ വോട്ടർമാരെ
കൺവിൻസ് ചെയ്ത് പല രീതിക്ക് മാറ്റുന്നുണ്ട്. ഇതിനു മുന്നേ 2 ടേമിൽ നിന്ന BJPക്കും BDJSനും വേണ്ടിയാണ് അവിടെ മത്സരിച്ചത്. അവരെ എല്ലാവരെയും പല പ്രലോഭനങ്ങൾ കൊടുക്കുകയും പല രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ BDJSും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ഇപ്പോ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയുന്നു. ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു മാണിക്കൽ പഞ്ചായത്തിൽ മേൽത്തട്ടില് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നാണ്, അത് താഴെത്തട്ടിൽ ഇല്ലെന്നാണ്. മേൽത്തട്ടിലും ഇല്ല, താഴെത്തട്ടിലും ഇല്ല. കാരണം ഞാന് ഇവിടെ BDJSന്റെ ചുമതലയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ നീക്കുന്നത്. അതേപോലെ നമ്മുടെ പഞ്ചായത്ത് സമിതികൾ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം. ഈ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞതിന് പറഞ്ഞ പോലെ 2 സ്ഥാനാർത്ഥികൾ BDJSനുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവര് ചില അസൗകര്യങ്ങൾ കൊണ്ട് കമ്മിറ്റിയും കാര്യങ്ങളും ഒന്നും ലൈവായിട്ട് വരാത്തത് കൊണ്ടും ഫുൾ ബാക്ക് നിന്ന് സപ്പോർട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഈ അണ്ണൽ വാർഡിലെ വ്യക്തികളുടെ യുവതലമുറയുടെ അതുപോലെ വയോജനങ്ങളുടെ യുവതലമുറകളുടെ വിദ്യാഭ്യാസത്തിന്റെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി തടസ്സങ്ങൾ, അതുപോലെ വയോജനരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യം, ജയിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു കോൺഫിഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 2 കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തും? അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ടോ? അതല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഉദ്യോഗം ലഭിക്കാതെ നിരവധി കഴിവുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്ന ഒരുപാട് തലമുറ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗങ്ങൾ നിലവിൽ അണ്ണൽ വാർഡിൽ ഉള്ളതായിട്ട് അറിയില്ല. അല്ല, ഞാനിപ്പോ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അണ്ണൽ വാർഡിനെ സംബന്ധിച്ച് ജനപ്രതിനിധിയായിട്ട് അണ്ണൽ വാർഡിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന അണ്ണൽ വാർഡിന്റെ ഒരു ഡേറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കുറവ്? അതെ, ഡേറ്റ ഉണ്ടാക്കി ഓരോ വീട്ടിലെ അംഗങ്ങള് ആ വീട്ടിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, ഇനി ആ വീട്ടിൽ കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് വാങ്ങിക്കൊടുക്കാനും, അതെ ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും 5 പേര് കൂടിയിരുന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് 5 പേര് കൂടിയിരുന്ന് വ്യവസായം ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അത്തരത്തിലുള്ള യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിന് നിലവിലൊരു യൂണിറ്റ് സ്റ്റാർട്ടപ്പ് ഏകദേശം ആയിരിക്കുകയാണ്. അത് GSTയുടെ വക്കിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഇത് ചെയ്യും. അതിൽ ഏകദേശം 30ഓളം പേരൊക്കെ അമ്മമാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കോളനികൾ ഉണ്ട് ചെറുതും വലുതുമായി ഈ ഒരു പ്രദേശം. അങ്ങനെ കോളനി എന്ന് പറയാൻ കുറച്ച് അധികം ആൾക്കാർ, ഏകദേശം 10-60-80 ആൾക്കാരുള്ള ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ 20-10 അങ്ങനെ മാറിക്കിടക്കുന്ന ഇതാണ്. മൊത്തത്തിൽ 1400 ജനങ്ങൾ, 1407 പേരാണ് ഈ അണ്ണൽ വാർഡിൽ തന്നെ ഉള്ളത്. RSS വഴി വളർന്നു വന്നത് കൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടിയെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരു മതേതര പാർട്ടിയായിട്ട് നിലവിൽ അംഗീകരിച്ചു തുടങ്ങി. പക്ഷെ അപ്പോഴും സംഘത്തിനെ ഒരു വർഗീയ സംഘടന എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാട് ഈ പാർട്ടിയിൽ നിൽക്കുന്നവർ തന്നെ പലപ്പോഴും ചെയ്യുന്നു. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, സംഘമില്ല, ബേസ്മെന്റ്. ആ ബേസ്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സമൂഹമാണ്, RSS ആണ്. ഞാൻ ഉൾപ്പെടെ നിരവധി സ്വയംസേവകരുടെ കഷ്ടപ്പാടാണ് ഈ മാണിക്കൽ പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളെല്ലാം. BJP സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റിന്റെ വലിയ കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ സംഘ ചുമതലകളിൽ ഇരിക്കവേ തന്നെ എന്നോട് പരിവാറിന്റെ ചുമതല നോക്കണമെന്നും ആ പരിവാറിന്റെ ചുമതലകൾ നോക്കുകയും BMS മേഖലാ സെക്രട്ടറി, ഹിന്ദു ഐക്യവേദി നെടുമങ്ങാട് താലൂക്ക് സെക്രട്ടറി, യുവമോർച്ച നെടുമങ്ങാട് താലൂക്ക് വൈസ് പ്രസിഡന്റ്, അതേപോലെ ഇപ്പൊ OBC മോർച്ച പോത്തങ്കോട് മണ്ഡലം സെക്രട്ടറി എന്നീ ചുമതലകൾ നോക്കുകയും മാക്സിമം നമ്മുടെ പ്രവർത്തകരെയും സാധാരണക്കാരായ ജനങ്ങളും ആയിട്ട് ഒത്തൊരുമയോടുകൂടി പോകാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഘത്തിന്റെ ശാഖ കാര്യമാകുകയുള്ള. ശരി, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്കിന്ന് പരിചയപ്പെടുവാനായിട്ട് സാധിച്ചത് ന്യൂസ് ഇന്ത്യൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നെടുമങ്ങാട് വെഞ്ഞാറമ്മൂട് വരെയുള്ള മേഖല, അതായത് വെമ്പായം ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു പോസ്റ്റിൽ മറ്റൊരു കൊടിയടയാളം പോലും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് കൊടിയടയാളങ്ങൾ മാത്രം, പിന്നെ ഇടയ്ക്കൊക്കെ എവിടേക്കോ കോൺഗ്രസിന്റെ കുറച്ച് കൊടികളുണ്ട്, അത് മാത്രമാണ് ഉള്ളത്. പക്ഷെ അവിടെ നിന്നും ഈ ഒരു നാടിനെ, പ്രത്യേകിച്ചും ഒരു ഭാഗം വെമ്പായം തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. ആ ഇസ്ലാം മതസ്ഥരായിട്ടുള്ള ആൾക്കാരോട് പോലും സൗഹാർദ്ദത്തോടു കൂടി അവരും നമ്മുടെ രാജ്യത്തിന്റെ സഹോദരങ്ങളാണെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനത്തിൽ നിന്നും വളർന്നു വന്നൊരു വ്യക്തിയാണ്
ശ്രീ രതീഷ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നല്ല ഒരു സ്ഥാനാർത്ഥിയെ ഭാരതീയ ജനതാ പാർട്ടി മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അന്നൽ വാർഡിൽ 14-ാം വാർഡിൽ നിർത്തിയിരിക്കുകയാണ്. എല്ലാവിധ കഴിവുകളോടും കൂടി, എല്ലാവിധ പിന്തുണയോടും കൂടി അദ്ദേഹത്തിന് വിജയിച്ച് വരുവാനായിട്ട് സാധിക്കട്ടെ. ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വാർഡിലെ ജനങ്ങളോട് എന്താണ് പറയാൻ? ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അണ്ണൽ വാർഡിലെ ഓരോ വോട്ടർമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ താഴെ തട്ടിലുള്ള ഓരോ ജനങ്ങളിലും, അണ്ണൽ വാർഡിലുള്ള ഓരോ ജനങ്ങളുടെ അടുത്തും എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, സംഘത്തിന്റെ സർസംഘചാലകായിരുന്ന ഗുരുജി അദ്ദേഹം വിചാരധാരയിൽ എഴുതിയ ഒരു വാക്യമുണ്ട്: ഗ്രാമങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും നമ്മൾ സംഘത്തെ കാണുകയും വളർത്തുകയും ചെയ്യണം, എങ്കിലേ പുതിയൊരു ഭാവി നിർമ്മിക്കപ്പെടുകയുള്ളൂ. അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞൊരാശയത്തെ ജാതി മത വർണ്ണ രാഷ്ട്രഭേദമന്യേ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ. വൻ ഭൂരിപക്ഷത്തോടുകൂടി അണ്ണൽ വാർഡിൽ നിന്നും ബഹുമാനപ്പെട്ട രതീഷ് അവർകൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ന്യൂസ് ഇന്ത്യയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.